പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്ന് വൈകിട്ട് വരാപ്പുഴയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. മത്സ്യ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ഫിഷറീസ് വകുപ്പിന്റെ ശുപാർശയിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പെരിയാറിലെ സ്വാഭാവിക മത്സ്യസമ്പത്തും കൂടുകൃഷിയും പൂർണ്ണമായും ഇല്ലാതാക്കിയ മത്സ്യക്കുരുതിയിൽ വിവിധ വകുപ്പുകൾ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ജീവനോപാധി തകർന്ന് ജീവിതം പ്രതിസന്ധിയിലായ മത്സ്യകർഷകരെ സഹായിക്കാനുള്ള ഒരു നടപടിയും ഇതുവരെയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. അതിനിടെ രാസമാലിന്യം ഒഴുക്കിവിട്ടതാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് കണ്ടെത്തിയിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കൂടി വന്നതോടെ മത്സ്യകർഷകർ സമരമുഖത്തേക്ക് നീങ്ങുകയാണ്. എൻ്റെ വലകളാണ് ഈ കിടക്കുന്ന കംപ്ലീറ്റ് വലകൾ കൂടുകൃഷിയുടെയും ചീനവലയുടെയും വലകളാണ് ഈ കിടക്കുന്നത്. അപ്പം ഇനി അത് വീണ്ടും സജീവമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടിയതിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഫിഷറീസ് വകുപ്പ് നഷ്ടപരിഹാരം കണക്കാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മത്സ്യസമ്പത്തിനുണ്ടായ നഷ്ടത്തിനൊപ്പം 90 തൊഴിൽ ദിനങ്ങൾ നഷ്ടമായെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നഷ്ടപരിഹാരം എന്നുള്ളത് എല്ലാവരും എഴുതി പോകണ്ട്, എല്ലാവരും കൊടുത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനെപ്പോഴും ഒരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല. ഇതുകൊണ്ട് മാത്രം കഴിയുന്ന കുടുംബങ്ങൾ ഒരുപാടുണ്ട്. അതാണ് ഏറ്റവും പ്രശ്നം. പെരിയാർ നദീ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് AITUCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന് ഭീമ ഹർജി സമർപ്പിക്കാനുള്ള ഒപ്പുശേഖരണവും തുടങ്ങി. രാഷ്ട്രീയ പാർട്ടികളും സമരപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.